നമസ്കാരം. എഡ്യൂസർ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ നിങ്ങൾക്കറിയാമോ സെഗ്മെന്റിലൂടെ നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. കുറെ പേർക്കൊക്കെ ഇത് അറിയാമായിരിക്കും. അപ്പോൾ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചിട്ട് വന്നത്. അപ്പൊ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയായിട്ടുള്ള ഇ സഞ്ജീവനി എന്ന് പറയുന്ന പദ്ധതിയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതായത് നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇ സഞ്ജീവനി OPD എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് OP വഴി എങ്ങനെയാണോ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത്, അതേ രീതിയിൽ തന്നെ നമുക്ക് മൊബൈൽ ഫോൺ വഴി, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വഴി നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റും. OP ക്യൂവിലൊന്നും നിൽക്കേണ്ട ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഫോൺ വഴി ഡോക്ടറുമായിട്ട് വീഡിയോ കോൺഫറൻസ് വഴി മീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന്റെ കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ്, ഇത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നിപ്പോൾ ഈ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അറിയാൻ താമസിയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഇതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് അത് നമ്മൾ പ്ലേ സ്റ്റോറിലേക്ക് പോവുക. അവിടെ ഇ സഞ്ജീവനി OPD ആപ്പ് എന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത ശേഷം നമ്മളത് ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ ചെയ്ത് വരുന്നത് ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും. അതിൽ നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന വിൻഡോയിൽ 3 ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വൺ, അതായത് പേഷ്യന്റ് രജിസ്ട്രേഷൻ ഓർ ജനറേറ്റഡ് ടോക്കൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ നമുക്ക് ടൈമിങ്സ് എന്നുണ്ടാവും. അപ്പോൾ ടൈമിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റിലും അവൈലബിൾ ആയിട്ടുള്ള ഓഫീസും അതിന്റെ ടൈമിങ്സും ആണ് അവിടെ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ കേരള സ്റ്റേറ്റ് കൊടുക്കുമ്പോഴേക്കും നമുക്ക് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ഓഫീസും അതിന്റെ ടൈമിങ്സും അവിടെ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അതേ വിൻഡോയിൽ പേഷ്യന്റ് രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അവിടെ കേരള കൊടുക്കുക. അതിനുശേഷം നമ്മൾ OP ആണ് സെലക്ട് ചെയ്യേണ്ടത്. OPയിൽ ജനറൽ OP എന്ന് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കിട്ടുന്ന വിൻഡോയിൽ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം സെൻഡ് OTP എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറിലേക്ക് നമുക്കൊരു OTP കിട്ടും. ആ OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ OTP കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് നമുക്ക് കിട്ടുന്നത്. അവിടെ നമ്മുടെ പേരും നമ്മുടെ അഡ്രസ്സും നമ്മുടെ ഡീറ്റെയിൽസും ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ഫസ്റ്റ് നെയിം, മിഡിൽ നെയിം, ലാസ്റ്റ് നെയിം, പിന്നെ നമ്മുടെ ജെൻഡർ അതൊക്കെ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഏജ് കൊടുക്കാം. അപ്പോൾ ഇത്രയും കൊടുത്ത ശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ ഒരിക്കലും അവിടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സിറ്റി ഇതൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ അഡ്രസ്സ് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ജനറൽ OP അല്ല നമുക്ക് വേണ്ടത്, കോവിഡ് OP ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം OP സെലക്ട് ചെയ്ത സമയത്ത് കോവിഡ് OP എന്ന് കൊടുക്കുക. കോവിഡ് OP നമുക്ക് 24 ഹവേഴ്സും അവൈലബിൾ ആണ്. ജനറൽ OP ആണെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെ 8 തൊട്ട് രാത്രി 8 വരെയാണ് കിട്ടുന്നത്. കോവിഡ് OP 24 ഹവേഴ്സ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ജനറേറ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ടോക്കൺ യൂസ് ചെയ്ത് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കാണിക്കുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള വേറൊരു മെമ്പറിന് വേണ്ടിയിട്ട് എങ്ങനെ ടോക്കൺ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് ആണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിൽ നമ്മൾ ഏറ്റവും താഴത്തെ ഓപ്ഷൻ പേഷ്യന്റ് പ്രൊഫൈൽ എന്നുള്ള ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്ത ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. OTP വരും. ആ OTP നമ്മൾ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ OTP കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അതിൻ്റെ ഏറ്റവും മുകളിൽ ഇടതുവശത്തായിട്ട് കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമ്മൾ ആഡ് ഓർ എഡിറ്റ് ഫാമിലി മെമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏറ്റവും താഴെയായിട്ട് കാണുന്ന ഒരു പച്ച ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും നമുക്ക് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാനുള്ള ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അതിനകത്ത് നമ്മൾ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ ഏജ്, അതുപോലെ തന്നെ പേര്, ജെൻഡർ, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, നമ്മുടെ അഡ്രസ്, ഈ വക കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ സേവ് കൊടുക്കുക. ഇപ്പോൾ അമ്മയുടെ ഡീറ്റെയിൽസ് ഇതിനകത്ത് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇത് യൂസ് ചെയ്ത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ടോക്കൺ ജനറേറ്റ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ നേരെ ഹോം സ്ക്രീനിലേക്ക് പോവുക. അവിടെ പേഷ്യന്റ് രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ നമ്മുടെ സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ OP സെലക്ട് ചെയ്ത് കൊടുക്കുക. ജനറൽ OP എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം
വെരിഫൈ മൊബൈൽ നമ്പർ കൊടുക്കുക, നമ്മുടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, OTP വരും, അത് എൻ്റർ ചെയ്തിട്ട് വെരിഫൈ OTP എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആവും കിട്ടുക. അതിൽ റൈറ്റ് സൈഡിലുള്ള ഗെറ്റ് ഫാമിലി മെമ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ പേര് അവിടെ വരും. അപ്പോൾ ഇതിൽ നമ്മൾ സെൽഫെന്നും അമ്മയുടെ പേരുമാണുള്ളത്. സെൽഫെന്ന് കൊടുത്തിരിക്കുന്നത് മോളുടേതാണ്. മോൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി പീഡിയാട്രീഷ്യനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവിടെ കാണിച്ചത്. അപ്പോൾ അമ്മയുടെ പേര് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇതിനകത്ത് അപ്ലോഡ് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നമ്മൾ മുന്നേ ഇപ്പോൾ ഏതെങ്കിലും ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തിട്ടുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം, അപ്ലോഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അമ്മ ഓൾറെഡി ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് ജനറേറ്റ് ടോക്കൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ടോക്കൺ നമ്പർ ജനറേറ്റ് ചെയ്ത് നമുക്ക് SMS ആയിട്ട് ലഭിക്കും. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ടോക്കൺ ഉപയോഗിച്ചിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനെ പേഷ്യൻ്റ് ലോഗിൻ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിൻഡോ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം സ്ക്രീനിൽ നിന്നും പേഷ്യൻ്റ് ലോഗിൻ എന്ന് പറയുന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ വിൻഡോയിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയ ടോക്കൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാം. എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ലോഗിൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു സ്ക്രീൻ കിട്ടും. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യൂ നമ്പർ എത്രയാണെന്നുള്ളത് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അമ്മയ്ക്ക് കിട്ടിയത് 24 നമ്പറാണ് അമ്മയ്ക്ക് കിട്ടിയത്. അപ്പോൾ ഓരോ 1 മിനിറ്റ് കഴിയുമ്പോഴും നമുക്ക് നമ്മുടെ നമ്പർ റിഫ്രഷ് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അപ്ലോഡ് ഹെൽത്ത് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ വഴി നമ്മുടെ മെഡിക്കൽ റെക്കോർഡ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് മുകളിൽ നോക്കിയാൽ എത്ര ഡോക്ടേഴ്സ് ഓൺലൈൻ അവൈലബിൾ ആണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ അന്ന് 12 ഡോക്ടേഴ്സ് ഓൺലൈനിൽ അവൈലബിൾ ആയിരുന്നുകൊണ്ട് തന്നെ അമ്മയുടെ നമ്പർ നമുക്ക് പെട്ടെന്ന് കിട്ടി. ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ നമ്മുടെ നമ്പർ ആകുമ്പോഴേക്കും നമുക്ക് ഡോക്ടറുടെ കോൾ വരും. അപ്പോൾ ഇവിടെ കോൾ ഡൗൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡോക്ടറുമായിട്ട് കോൾ കണക്റ്റ് ആവും. പിന്നെ നമുക്ക് ഡോക്ടറുമായിട്ട് നേരിട്ട് സംസാരിക്കാവുന്നതാണ്. ഇപ്പോൾ അമ്മ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൺസൾട്ടേഷൻ കഴിഞ്ഞ ശേഷം നമുക്ക് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇതുപോലെ കിട്ടും. അപ്പോൾ അത് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോൾ കട്ടാകുമ്പോഴേക്കും നമുക്ക് റേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ നമ്മൾ 5 സ്റ്റാറാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് നല്ല സർവീസ് ആയിരുന്നു കിട്ടിയത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടി വിളിച്ചപ്പോഴും മോൾക്ക് വേണ്ടിയിട്ട് വിളിച്ചപ്പോഴും നമുക്ക് നല്ല സർവീസ് തന്നെയായിരുന്നു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയത്. അപ്പോൾ ഈ താഴെ കാണുന്ന ഡൗൺലോഡ് ഓപ്ഷൻ വഴിയാണ് നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ ഈ ആപ്പ് വഴി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണിക്കുന്നത് പോലെ പേഷ്യൻ്റ് പ്രൊഫൈലിലേക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിനുശേഷം സെലക്ട് പ്രിസ്ക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഏതാണോ വേണ്ടത് അത് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇസഞ്ജീവനി OPD എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ഇൻഫർമേഷൻ എല്ലാവർക്കും കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ കൊറോണ വൈറസ് അറ്റാക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാക്സിമം നമ്മൾ വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു പരിധിവരെ നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരുവിധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് ആശുപത്രി സന്ദർശനം ഒഴിവാക്കി വെച്ചുകൊണ്ട് തന്നെ വീട്ടിലിരുന്ന് നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് പ്രിസ്ക്രിപ്ഷൻസ് നേടാവുന്നതാണ്. ലാബ് കൺസൾട്ട് അതായത് ലാബിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്സിന് മാത്രമേ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ട ഒരു കാര്യം വരുന്നുള്ളൂ. ബാക്കി എല്ലാ രീതിയിലും ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ അത് ക്ലിയർ ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നിങ്ങൾക്കറിയാമോ സെഗ്മെന്റിലൂടെ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ഫ്രം വിജയ.